അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ജീവിത കഥയാണ്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് ബോധ്യമാവുകയാണ്. ഇതൊരു ജീവിത കഥയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആവർത്തനമുണ്ടാകാം, നിങ്ങൾക്ക് ബോറടിക്കാം. എഴുതി തയ്യാറാക്കിയ ഒരു കഥയല്ല, മനസ്സിലാക്കിയ കഥ മനസ്സിൽ നിന്നും എടുത്തു പറയുന്നതാണ്. സിനിമയെപ്പോലെ ഇതിനൊരു ക്ലൈമാക്സും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു പ്രവാസിയുടെ കഥയാണ്, ഒരു കുടുംബത്തിലെ കഥയാണ്. 2 മക്കളടങ്ങുന്ന കുടുംബം. ഇവർക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണുള്ളത്. എല്ലാവരെയും പോലെ അവരും ഏറെ പ്രതീക്ഷയിലായിരുന്നു ആ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും. ഉപ്പ പ്രവാസിയായിരുന്നു. പ്രവാസ ലോകത്തെ സ്വപ്നം കുടുംബത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അത് എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ്. സ്വന്തം ജീവനും ജീവിതവും ഒന്നും നോക്കാതെ ആടുമാട് പോലെ പണിയെടുക്കും. അവസാനം വിശ്രമ ജീവിതം ആനന്ദകരമാക്കാമെന്നുള്ള സ്വപ്നമാണ് ഓരോ പ്രവാസികളും അവിടെ നിന്ന് ഇന്ന് നെയ്തുകൂട്ടുന്നത്. പക്ഷേ ഇവിടെയുള്ള കുടുംബം അതൊന്നും കൂട്ടാക്കുന്നില്ല. അവരെ വെറും ഒരു പണിയായുധമായി കാണുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഞാനൊരു സ്ത്രീ വിരോധിയാണെന്ന്. അങ്ങനെ ആരും കരുതണ്ട. എൻ്റെ ഉമ്മ സ്ത്രീയാണ്, എൻ്റെ ഭാര്യ സ്ത്രീയാണ്, എൻ്റെ മക്കളിൽ ഒരാൾ സ്ത്രീയാണ്. എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാത്ത, നമ്മളറിയാത്ത ചില കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ഉപ്പ അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി. ജീവിതത്തിൻ്റെ പകുതി ഭാഗമല്ല ആ മനുഷ്യന് പോയി കിട്ടിയത്. ജീവിതത്തിലെ 3/4 ഭാഗവും അങ്ങ് പ്രവാസ ലോകത്തായിരുന്നു. മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കി, മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. പിന്നെ മകനിലൂടെയായിരുന്നു എല്ലാ പ്രതീക്ഷകളും. ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മോനെ നന്നായി പഠിപ്പിച്ചു നല്ല അറിവും വിദ്യാഭ്യാസവും നേടി. വിദ്യാഭ്യാസത്തിലൂടെ അവൻ നേടിയെടുത്തത് ഒരു പെൺകുട്ടിയുമായുള്ള പ്രണയമായിരുന്നു. പ്രവാസ ലോകം മതിയാക്കി പിതാവ് നാട്ടിലെത്തി. ആരോഗ്യനിലയൊക്കെ വഷളായി തുടങ്ങി. ഇനി ഒരു ജോലി അദ്ദേഹത്തിനാവില്ല. ആരോഗ്യമാകെ നഷ്ടപ്പെട്ട് ഇനി മകൻ്റെ ചിലവിലാണ് ആ ബാപ്പയുടെ ഇനിയുള്ള അവശേഷിക്കുന്ന ജീവിതം. മകൻ പഠിച്ച് നല്ലൊരു ജോലിയായി. മകന് നാട്ടിൽ തന്നെ ദൂരത്ത് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി, മാനേജറായി. കുറച്ച് നാൾ കഴിഞ്ഞ് ബാപ്പയോട് മകൻ്റെ ഇഷ്ടം പറഞ്ഞു. അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ബാപ്പയെ അറിയിച്ചു. ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ പ്രായപൂർത്തിയായ തൻ്റെ മകൻ ഒരാവശ്യം പറഞ്ഞപ്പോൾ നല്ലവനായ ആ ഒരു ബാപ്പ നിരസിച്ചില്ല. ദീനുണ്ടോ ദുനിയാവുണ്ടോ എന്നൊന്നും നോക്കാതെ ആ ഒരു പെണ്ണുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകളൊക്കെ നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു. ഇവൻ്റെ ജോലിസ്ഥലം, ഇവൻ്റെ കമ്പനി ഇവരുടെ നാടുമായി കുറച്ച് അകലെയായിരുന്നു. അങ്ങനെ ജോലിക്ക് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലേക്ക് ഇവർ സെപ്പറേറ്റായി മാറുകയാണ്. അവർ മാറിയതോടുകൂടി ഈ ഒരു കുടുംബത്തിൽ ആ ഉമ്മയും ബാപ്പയും തനിച്ചായി. മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ദമ്പതികൾ. എല്ലാവരുടെയും അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മളൊക്കെ പല മനക്കോട്ടകളും കിട്ടും മക്കളെക്കുറിച്ച്. അവസാനം ആരുമുണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. നമുക്ക് ജീവൻ പകർത്തു തന്ന നമ്മുടെ ഭാര്യ, അവൾക്കവനും അവൻ അവളും. മിണ്ടാനോ പറയാനോ ആരുമില്ല. ആരോഗ്യമുള്ള കാലത്തൊക്കെ പ്രവാസ ലോകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹം എന്താണെന്നോ ലാളന എന്താണെന്നോ ആ പ്രവാസി അറിഞ്ഞില്ല. വീട് മാറിയ തൻ്റെ മകൻ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുമായിരുന്നു. അത് പിന്നെ മാസത്തിൽ ഒരു ദിവസമായി. പിന്നെ തീരെ വരാതെയായി. മാതാപിതാക്കളുമായി ഒരു ബന്ധവുമില്ലാതായിട്ട് 1 വർഷമായി. മകന് ഉപ്പയെ കാണണമെന്ന് ഒരു മോഹവുമില്ല എന്ന്. പക്ഷെ മാതാപിതാക്കൾക്ക് അങ്ങനെയല്ലായിരുന്നു. അവൻ ഫോൺ വിളിച്ചിട്ടോ എടുക്കുന്നില്ല, ഉപ്പയും ഉമ്മയെയും കാണാനും വരുന്നില്ല. ആ മാതാപിതാക്കൾ ആകെ ബേജാറിലായി. കാണാൻ കൊതിച്ചു നിൽക്കുന്ന ഉമ്മ ഉപ്പയോട് നിരന്തരം വാശി പിടിക്കാൻ തുടങ്ങി, എൻ്റെ മകനെ കാണണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്ന്. ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാത്ത മകനെ ആ ഉപ്പ അവിടെ കാണാൻ പോയി. അവിടെ ആ നാട്ടിൽ കാണാൻ പോയപ്പോൾ അവരുടെ വീടൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഒരുപാട് പാടുപെട്ട് അവൻ്റെ ഓഫീസ് കണ്ടെത്തി അവിടേക്ക് പോവുകയാണ്. അവിടെ ആ മാനേജറുടെ പേര് പറഞ്ഞ് താഴെയുള്ള സെക്യൂരിറ്റിയോട് ഞാൻ അയാളുടെ ഉപ്പയാണെന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റിക്ക് പോലും വിശ്വാസമായില്ല. ഈ ഒരു മുഷിഞ്ഞ വേഷത്തിൽ വന്ന ഇദ്ദേഹമാണോ നമ്മുടെ മാനേജറുടെ ഉപ്പ? സംശയം കാരണം അവിടെ അദ്ദേഹത്തെ മാനേജറെ വിളിച്ച് ചോദിക്കുകയാണ്. ഇവിടെ താഴത്ത് ഒരു കിളവൻ വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോൾ സാറിൻ്റെ ഉപ്പയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇയാൾ CCTV പരിശോധിക്കുക. മുഷിഞ്ഞ വേഷത്തിൽ വന്നിരിക്കുന്നത് തൻ്റെ ഉപ്പയാണെന്ന് ഉറപ്പിച്ചു. ഇവിടെ വന്നു കണ്ടാൽ നാണം കെടുമെന്ന് മനസ്സിലാക്കിയ ആ ഒരു നശിച്ച വിത്ത് ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ ആ ഒരു സെക്യൂരിറ്റിയോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോകണം, ഇവിടെ മാനേജർ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഉപ്പ പറഞ്ഞു, എനിക്ക് അവനെ കാണാതെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അവൻ്റെ ഉമ്മയോട് ഞാൻ എന്തു മറുപടി പറയും? മകനെ കണ്ടിട്ടേ വരുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. സെക്യൂരിറ്റി വീണ്ടും വിളിച്ച് അയാളോട് സംഭവം പറഞ്ഞിട്ടും പിടിച്ചു പുറത്താക്കാനാണ് സ്വന്തം മകൻ ആ സെക്യൂരിറ്റിയോട് കൽപ്പിച്ചത്.
അല്ലെങ്കിൽ നിന്റെ പണി പോകുമെന്ന്. സെക്യൂരിറ്റി പണി പോകുമെന്ന് പേടിച്ച് ആ ഒരു മനുഷ്യനെ തള്ളി പുറത്താക്കുകയാണ്. അങ്ങനെ ക്ഷീണിച്ച അവശനായ ആ ഒരു മനുഷ്യൻ ആകെ വിഷമിച്ച് റോഡിലൂടെ ഇങ്ങനെ തളർന്ന് നടന്നു പോകുന്ന ആ ഒരു രംഗം എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ വേദനയുണ്ടാക്കി. നല്ല സ്നേഹമുള്ള കുടുംബമായിരുന്നു. ഒരു പെണ്ണ് കയറി വന്നപ്പോൾ ആ കുടുംബമാകെ അലങ്കോലമായി. മക്കൾ തന്നേക്കാൾ വളർന്നപ്പോൾ ഉപ്പ ഒന്നിനും കൊള്ളാത്തവനായി. അവൻ്റെ സ്റ്റാറ്റസിനും ഡീസൻറ്റിനും കൊള്ളാത്തവനായി സ്വന്തം ഉപ്പ. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. ഉപ്പയായിരുന്നു ഹീറോ, ഉപ്പയായിരുന്നു അനുകരിച്ചത്. ആ മോൻ്റെ പെട്ടെന്നുള്ളൊരു മാറ്റം നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഒരു പെണ്ണ് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തും നടക്കും. ഒരു പെണ്ണ് പറഞ്ഞയച്ചതാണ് ആ മകനെ നിങ്ങൾ കണ്ടിട്ട് വാ എന്ന്. ഇത്രയൊക്കെ മാതാപിതാക്കളെ നിരസിച്ചിട്ടും ആ ഉമ്മയുടെ വാക്ക് കേട്ട് ആ പിതാവ് അവിടെ ചെന്നത് ആ പെണ്ണിൻ്റെ മിടുക്കാണ്. എന്നിട്ടും കാണാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, ആ ഒരു മനുഷ്യൻ, മാതാപിതാക്കളെ നോക്കാത്ത ആ ഒരു മനുഷ്യൻ ഇതുപോലെ എത്ര കാലം ജീവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പടച്ച റബ്ബിന് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ. ഈ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും പോലെയല്ല ഉമ്മയെ വേദനിപ്പിച്ചാൽ, ഉമ്മയൊന്ന് നൊന്തുപോയാൽ, ഉമ്മയുടെ മനസ്സൊന്ന് നൊന്തുപോയാൽ ഉമ്മ പെട്ടെന്ന് പുറത്തു തരും. പക്ഷേ പടച്ച റബ്ബ് ഒരിക്കലും പുറത്തു തരില്ല മക്കളെ. ഈ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടേ അങ്ങ് കൊണ്ടുപോയി അനുഭവിപ്പിക്കുള്ളൂ. അവൻ എത്ര കാലം ഇങ്ങനെ മാനേജറായി വിലസും? ഇതുപോലത്തെ ഒരുപാട് പെണ്ണിൻ്റെ കഥയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിന് ക്ലൈമാക്സ് ഉണ്ടാവില്ല. ഇതൊരു ജീവിത കഥയാണ്, നടന്ന സംഭവമാണ്. അവരിന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പടച്ച റബ്ബ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനല്ലേ ക്ലൈമാക്സ്? പടച്ച റബ്ബ് കാക്കട്ടെ എല്ലാവരെയും. പെറ്റ ഉമ്മയെ തള്ളിക്കളഞ്ഞ ഒരു മക്കളും ഇവിടെ നന്നായിട്ടില്ല, നന്നായിട്ട് മരണപ്പെട്ടിട്ടുമില്ല. പടച്ച റബ്ബിനെ എല്ലാം ഇല്ലാതാക്കാൻ ഒരൊറ്റ നിമിഷം മതി. ആ ഒരു സമയത്താണ് നമ്മൾ പടച്ച റബ്ബിനെ ഓർക്കുക. അന്ന് അതിനൊന്നും സമയം തരില്ല, സമയവും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. على أصحاب طه الأبطال خصوصا أهل بدر بالكرام خيار من ذوي الفضل الجليل هم الأبرار أعناق هداة نفوسهم فدوها للنبي فسبحان الإله وقد براهم